നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7 ജേതാവും നടിയുമായ അനുമോൾ വിവാഹിതയായത്. ഭുവനേഷാണ് വരൻ. ഗുരുവായൂരിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് അനുമോളുടെ വിവാഹമാണെന്ന് സുഹൃത്തുക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം ചില ചിത്രങ്ങളും താരം സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം നടന്നത്. നടനും മോഡലുമാണ് ഭുവനേഷ്. നടനും എംപിയുമായ സുരേഷ് ഗോപിയും വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. ഗുരുവായൂർ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു കൊടുത്തത് സുരേഷ് ഗോപിയായിരുന്നു. ഒരു സഹോദരനെ പോലെ കൂടെ നിന്ന താരം ഇരുവരെയും അനുഗ്രഹിച്ച ശേഷം കൈപിടിച്ചു ചേർത്ത് നിർത്തുകയും ചെയ്തു. ഇരുവരെയും അനുഗ്രഹിച്ച സുരേഷ് ഗോപി കൈപിടിച്ചോ എന്ന് പറയുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത്. വിവാഹ ചിത്രങ്ങൾ അനുമോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ഞങ്ങൾ വിവാഹിതരായി, എന്റെ കല്യാണം കഴിഞ്ഞു എന്നീ ക്യാപ്ഷനുകളോടെ വിവാഹ വീഡിയോയും അനുമോൾ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ഒരു പുതിയ തുടക്കത്തിന്റെ ആഘോഷം എന്ന പേരിൽ അനുമോൾ കഴിഞ്ഞ ദിവസം ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു. നിരവധി പേരാണ് നവദമ്പതികൾക്ക് ആശംസകൾ നേർന്നത്. വിവാഹകാര്യം എന്തുകൊണ്ടാണ് താൻ നേരത്തെ വെളിപ്പെടുത്താതിരുന്നത് എന്ന ചോദ്യത്തിന് താരം മറുപടി നൽകിയിരുന്നു. തന്റെ യൂട്യൂബ് ചാനലിലൂടെ തന്നെയായിരുന്നു നടിയുടെ പ്രതികരണം. ഇത് ഭുവനേഷ്. അറേഞ്ച്ഡ് മാരേജ് ആണോ ലവ് മാരേജ് ആണോ എന്നൊക്കെ ഞാൻ പറയാം. എല്ലാ കാര്യങ്ങളും വഴിയേ പറയാം. എന്തായാലും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ എപ്പോഴും വേണം. ഭുവനേഷ് കുറച്ചേ സംസാരിക്കത്തേ ഉള്ളൂ. ഞങ്ങൾ ഇന്നലെയും ഇന്നുമൊന്നും ഉറങ്ങിയിട്ടില്ല. വെളുപ്പിന് 12 മണിക്ക് റെഡിയാകാൻ കയറിയതാണ്. 4 മണിക്കാണ് ഞങ്ങൾ ക്ഷേത്രത്തിൽ എത്തിയത്. കല്യാണം നേരത്തെ പറയാത്തത് എന്താണെന്ന് ഒക്കെ കുറെ പേർ ചിന്തിക്കും. അതെന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമല്ലേ. അത് കൊട്ടിഘോഷിച്ച് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയില്ല. എന്നെ ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ടാകും. ഇപ്പോൾ തന്നെ ഓരോന്ന് എഴുതി ഉണ്ടാക്കി ഇടുന്നുണ്ടല്ലോ. ഉള്ള സമയം ആഘോഷിക്കാനാണ് എനിക്കിഷ്ടം. ആദ്യമേ എല്ലാവരോടും പറയാതെ അവസാനം പറയാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് എല്ലാം കഴിഞ്ഞ് ഇക്കാര്യം പുറത്തുവിട്ടത്. നേരത്തെ പറയാത്തതിൽ ഒന്നും വിചാരിക്കരുത്. എനിക്ക് നല്ലത് നടക്കണമെന്നും മോശം വിചാരിക്കണമെന്നും ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് എല്ലാവർക്കും നന്ദി എന്നായിരുന്നു അനുമോൾ പറഞ്ഞിരുന്നത്. ഗോൾഡൻ കളറിലുള്ള ലെഹങ്കയായിരുന്നു അനുമോളുടെ വേഷം. വരനും കേരള കസവ് മുണ്ടിനൊപ്പം ഗോൾഡൻ കളർ കുർത്തയണിഞ്ഞാണ് വിവാഹ മണ്ഡപത്തിൽ എത്തിയത്. അടുത്തിടെ വിവാഹത്തെക്കുറിച്ച് അനുമോളോട് ചോദിച്ചപ്പോൾ നാളെയാണ് കല്യാണം എന്നായിരുന്നു അനുമോളുടെ രസകരമായ മറുപടി. വിവാഹത്തിന് ആരൊക്കെ ക്ഷണിച്ചുവെന്ന ചോദ്യത്തിന് മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി തുടങ്ങിയ താരങ്ങളെല്ലാം വിളിച്ചിട്ടുണ്ടെന്നും അനുമോൾ പറഞ്ഞിരുന്നു. എന്നാൽ ഇത് ശരിക്കുമുള്ള വിവാഹമാണോ എന്നും ആരാധകരിൽ ആദ്യം സംശയമുണർത്തിയിരുന്നു. എന്നാൽ വിവാഹ ചിത്രങ്ങൾ പുറത്തുവന്നതോടെ നിരവധി ആളുകൾ ആശംസകളുമായി എത്തി. ഇത് ശരിക്കുമുള്ള കല്യാണമാണോ എന്നും സീരിയൽ ഷൂട്ടാണെന്നും കരുതിയെന്നെല്ലാം കമന്റുകൾ വന്നിട്ടുണ്ട്. വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അനുമോളോട് നേരത്തെ ഉയർന്നിരുന്നു. വിവാഹത്തിന് ആരെയൊക്കെ ക്ഷണിച്ചുവെന്ന ഓൺലൈൻ മാധ്യമങ്ങളുടെ ചോദ്യത്തോടും അനുമോൾ രസകരമായ രീതിയിലാണ് പ്രതികരിച്ചത്. ഭുവനേഷ് രാജേന്ദർ എന്നാണ് വരന്റെ മുഴുവൻ പേര്. നടനും മോഡലുമാണെന്ന് ഇൻസ്റ്റഗ്രാം ബയോയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ചെന്നൈയിലെ പ്രമുഖ സമ്പന്ന കുടുംബത്തിലെ അംഗമാണ് ഭുവനേഷ് എന്നാണ് റിപ്പോർട്ടുകൾ. സോഷ്യൽ മീഡിയയിലേക്ക് നോക്കിയാൽ 2019 മുതൽ ഇൻസ്റ്റഗ്രാമിൽ സജീവമായ ഭുവൻ 1.39 ലക്ഷം ഫോളോവേഴ്സാണുള്ളത്. അതേസമയം ഭുവൻ ആരെയും തന്നെ ഫോളോ ചെയ്യുമെന്നുമില്ല. മോഡലിംഗ്, ആക്ടിംഗ്, ഫാഷൻ, ട്രാവൽ, ലൈഫ് സ്റ്റൈൽ, ഫിറ്റ്നസ്, കണ്ടന്റ് ക്രിയേഷൻ എന്നീ മേഖലകളിലാണ് ഭുവന് താല്പര്യം. റീൽ വീഡിയോകളിലൂടെയാണ് ഭുവൻ കൂടുതൽ പരിചിതനാവുന്നത്. അനുവിന്റെയും ഭുവന്റെയും പ്രണയവിവാഹമാണോ എന്നത് വ്യക്തമല്ല. തിങ്കളാഴ്ച ഒരു പുതിയ തുടക്കത്തിന്റെ ആഘോഷമെന്ന അടിക്കുറിപ്പോടെ അനുമോൾ പുതിയ ചിത്രങ്ങൾ വലിയ ശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ ചിത്രങ്ങൾ വിവാഹവുമായി ബന്ധപ്പെട്ടതാണെന്ന് താരം എവിടെയും വ്യക്തമാക്കിയിട്ടില്ലായിരുന്നു. കസവ് സാരിയിൽ അതീവ സുന്ദരിയായ അനുമോളെ ചിത്രങ്ങളിൽ കാണാം. സുഹൃത്തുക്കൾക്കും കുടുംബത്തിനുമൊപ്പമുള്ള നിരവധി ചിത്രങ്ങളാണ് താരം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരിക്കുന്നത്. പൂക്കളും പരമ്പരാഗത അലങ്കാരങ്ങളും ഒക്കെയുള്ള പശ്ചാത്തലത്തിലാണ് ചിത്രങ്ങൾ. ഇതോടെയാണ് പോസ്റ്റിന് പിന്നിലെ പുതിയ തുടക്കം എന്താണെന്ന ചർച്ചയും സജീവമായത്. അതേസമയം അനുമോളുടെ വിവാഹ വാർത്ത പുറത്തുവന്നതോടെ വിവാഹത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്ന അനുമോളുടെ ഒരു അഭിമുഖം വൈറലായി മാറിയിരുന്നു. വിവാഹത്തിന് തൊട്ടുമുൻപ് ലക്ഷ്മി നക്ഷത്രയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു വരനെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെക്കുറിച്ചും വിവാഹ സങ്കല്പങ്ങളെക്കുറിച്ചുമെല്ലാം അനു സംസാരിച്ചിരുന്നത്. അച്ഛന്റെയും അമ്മയുടെയും ബന്ധത്തിലെ ഊഷ്മളത കണ്ടിട്ടാണ് വിവാഹം കഴിക്കണമെന്ന് തനിക്ക് തോന്നിയതെന്നും അനുമോൾ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അച്ഛന്റെയും അമ്മയുടെയും ഒരു കെമിസ്ട്രിയെ കണ്ടിട്ടാണ് എനിക്കും വിവാഹം കഴിക്കണമെന്ന് തോന്നിയതെന്നും അതുപോലെ ചേച്ചിയുടെയും ചേട്ടന്റെയും ഇവരുടെ രണ്ടുപേരുടെയും ബന്ധങ്ങൾ കണ്ടാണ് ഞാൻ വളരുന്നത്. എനിക്കും ഒരു ലൈഫ് വേണമെന്ന തോന്നൽ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ഇന്നും ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ സാധിക്കുമോ എന്നറിയില്ല. ഒരു കുടുംബം എന്നായാലും വേണമെന്നും അനു പറഞ്ഞിരുന്നു. അതുപോലെ വരനെക്കുറിച്ചുള്ള സങ്കല്പത്തെക്കുറിച്ചുള്ള ലക്ഷ്മിയുടെ ചോദ്യത്തോടും അനുമോൾ പ്രതികരിക്കുന്നുണ്ട്. നല്ല വ്യക്തിത്വമുള്ള ആളായിരിക്കണം, നല്ല പോലെ മനസ്സിലാക്കുന്ന ആളായിരിക്കണം, സ്നേഹമുള്ള ആളായിരിക്കണം, നല്ലൊരു മനുഷ്യനായിരിക്കണം, ലൈഫ് ലോങ് കൂടെയുള്ള ആളായിരിക്കണം. സൗന്ദര്യം എനിക്കൊരു പ്രശ്നമല്ല. കളർ വേണം, ഹൈറ്റ് വേണം, ബോഡി വേണം എന്നൊക്കെ പണ്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. സൗന്ദര്യം ഒരു പ്രായം കഴിയുമ്പോൾ പോകും. അതുകൊണ്ട് നല്ല മനുഷ്യനെയാണ് പങ്കാളിയായി വേണ്ടതെന്നും അനു പറഞ്ഞിരുന്നു.
വിവാഹം അധികം വൈകാതെ ഉണ്ടാകുമെന്നും അഭിമുഖത്തിൽ അനു പറഞ്ഞിരുന്നു. വിവാഹശേഷം ഇൻഡസ്ട്രിയിൽ തുടരുമോ എന്ന ചോദ്യത്തിന് എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല ഇതെന്നും തുടരാനാണ് ആഗ്രഹമെന്നും അനുമോൾ വ്യക്തമാക്കിയിരുന്നു. ബിഗ് ബോസ് ഷോയിൽ മത്സരാർത്ഥിയായി പോകുന്നതോടെയാണ് അനുമോൾ കൂടുതൽ ജനപ്രിയയായി മാറുന്നത്. ഷോയിലെ ടൈറ്റിൽ വിന്നറായിരുന്ന അനുമോൾ ഷോയിൽ നിന്ന് ലഭിച്ച പണം ഉപയോഗിച്ച് നടത്തിയ നിക്ഷേപങ്ങളെക്കുറിച്ചും അഭിമുഖത്തിൽ അനുമോൾ തുറന്നു പറഞ്ഞിരുന്നു. സിറ്റിയിൽ വീട് വേണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെന്നും ലഭിച്ച തുകയിൽ കുറച്ച് പണം സിറ്റിയിൽ 25 സെന്റ് ഭൂമി വാങ്ങാനായി ഉപയോഗിച്ചുവെന്നും ബാക്കിയുള്ള പണത്തിന് സ്വർണം വാങ്ങിയെന്നും അനു വ്യക്തമാക്കിയിരുന്നു. അച്ഛനും അമ്മയ്ക്കും സ്വർണ്ണ ആഭരണങ്ങളും വീട്ടിലുള്ളവർക്ക് ഫോൺ ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ നൽകിയെന്നും അനു പറഞ്ഞിരുന്നു. ഷോ കഴിഞ്ഞതോടെ താൻ സെറ്റിലായി എന്നും താരം പറഞ്ഞിരുന്നു. സന്തോഷത്തോടെ പ്രോഗ്രാമുകളും മറ്റുമായി ജീവിക്കുകയാണ് താനെന്നും അനുമോൾ വ്യക്തമാക്കി. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.